ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും ഡ്രോപ്പ് ഷിപ്പിങ്ങിലെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാൻ എമൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് മാസം നമുക്ക് 2000 സംതിങ് റുപ്പീസ് എന്ത് ചെയ്യണം, നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ് പ്ലാനൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ മന്ത്ലി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മന്ത്ലി വെറും 120 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലാൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടുത്തി തരുന്നത്. പുതിയ പ്ലാറ്റ്ഫോം അല്ല എങ്കിൽ പോലും കുറച്ച് പേർക്ക് അറിഞ്ഞൂടാത്ത പ്ലാറ്റ്ഫോം തന്നെയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന് 129 രൂപ മാത്രമേ ഓരോ മാസം വരുന്നുള്ളൂ. 129 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം എത്ര 2000 സംതിങ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മളെ ആ ഒരു ഷോപ്പിഫൈയിലെ 1 മന്ത് ചാർജാണ് 2000 സംതിങ് റുപ്പീസ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഹോസ്റ്റിംഗറാണ്. നിങ്ങൾക്ക് മറ്റേ ഗോഡാഡിയും നെയിംചീപ്പും ഹോസ്റ്റിംഗറും അങ്ങനെയുള്ള ഹോസ്റ്റിംഗറിന് മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. പക്ഷേ ഹോസ്റ്റിംഗർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതൊരു ഡൊമൈൻ മേടിക്കുന്ന മാത്രം ഒരു പ്ലാറ്റ്ഫോം അല്ല, നമുക്കതിൽ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഗൈസ്, നമ്മൾ ഹോസ്റ്റിംഗർ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി 129 റുപ്പീസ് മാത്രമേ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഒരു ഓഫർ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൊമൈൻ തരുവാണ് അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൊമൈൻ തരുവാണ്. നിങ്ങൾക്ക് വേറെ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഡൊമൈൻ തരുവാണ്. ഓക്കെ, പ്ലാനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഹോസ്റ്റിംഗർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അത്രയ്ക്ക് ഇതിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു 4 വർഷത്തേക്ക് എങ്ങാണ്ട് 6000 രൂപ എങ്ങാണ്ട് സംതിങ്ങേ ഉള്ളൂ. ഇപ്പം 4 ഇയേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ പോലും അറൗണ്ട് 6000 റുപ്പീസ് സംതിങ്ങേ വരുന്നുള്ളൂ. നമുക്ക് ഷോപ്പിഫൈയിലാണെങ്കിൽ അത് 3 മാസം അടയ്ക്കുന്ന എമൗണ്ട് ആണ് ഇതിൽ 4 വർഷം അവർ തരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് പറ്റും, ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പേയ്മെൻറ്റ് ഗേറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ അവർ എന്ത് ചെയ്യുന്ന ഒരു ഫ്രീ ഡൊമൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോസ്റ്റിംഗറിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റിംഗറിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എങ്ങനെ കയറണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ തന്നെ കയറാം. നിങ്ങൾക്ക് ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 129 രൂപയ്ക്ക് 3 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഡൊമൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡൊമൈൻ്റെയൊക്കെ നിങ്ങൾക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റിംഗറിലായാലും ഗോഡാഡിയിലായാലും നിങ്ങൾക്ക് ഡൊമൈൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 500 സംതിങ് വരുന്നുണ്ട്, 1000 സംതിങ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്ലാനിലൂടെ, ഈ ഒരു 129ൻ്റെ പ്ലാനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീ ഡൊമൈൻ നിങ്ങൾക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് എങ്ങനെ നോക്കിയാൽ ഒരു ലാഭമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്രീ ഡൊമൈൻ കിട്ടുക എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു 1000 രൂപ, നമുക്ക് ഒരു വർഷത്തേക്കുള്ള 1000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ നമ്മൾ ലാഭിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ 129 രൂപ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞ എമൗണ്ടാണ്. നിങ്ങൾ ഷോപ്പിഫൈ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ എമൗണ്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഷോപ്പിഫൈയിൽ 1 മന്തൊക്കെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 2000 സംതിങ് അല്ലെങ്കിൽ 3000 സംതിങ് ആ ഒരു റേറ്റിലൊക്കെയാണ് ഒരു സിംഗിൾ മന്തിൽ വരുന്ന എമൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താണ്, ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, പ്ലാൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ബിഗിനേഴ്സിനാണെങ്കിൽ എന്താണ് സിംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനുണ്ട്, 69 രൂപ പെർ മന്താണ്. അതുപോലെ പ്രീമിയം പ്ലാൻ ആണെങ്കിൽ 129 രൂപയാണ്, ബിസിനസ് പ്ലാൻ ആണെങ്കിൽ 229 രൂപയാണ്. അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ 100 വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ബിഗിനേഴ്സിനുള്ളതാണെങ്കിൽ ഒരു വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ഫ്രീ ഡൊമൈൻ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീ ഡൊമൈൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രീമിയം പ്ലാൻ എടുക്കുക അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ എടുക്കുക. നിങ്ങളുടെ ഒരു യൂസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ എന്താണ് സ്പീഡാണ്, അതുപോലെ ലൈവ് ആൻഡ് സപ്പോർട്ടുണ്ട്, 24/7 സപ്പോർട്ടുണ്ട്. പിന്നെന്താണ് ബാക്കി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് മോണിയൽസ് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഞാൻ പ്രീമിയം പ്ലാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ചൂസ് പ്ലാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ചൂസ് പ്ലാൻ കൊടുക്കുക. ചൂസ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡാവും. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 48 മന്ത്സ് ആണ്. 48 മന്ത്സ് എന്ന് പറയുമ്പോൾ 48 മാസം എന്ന് പറയുമ്പോൾ 4 വർഷമാണ്. 4 വർഷത്തേക്ക് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 24,960 രൂപയാണ്. പക്ഷെ നമുക്കത് കിട്ടുന്നത് 6,192 രൂപയാണ്. ഓക്കെ, ഇത് 48 മന്ത്സിനാണ്.
അതുപോലെ തന്നെ നമ്മളിപ്പം 12 മാസത്തിന് എടുക്കാനായിട്ട് പറ്റും, 24 മാസത്തിന് എടുക്കാനായിട്ട് പറ്റും. 24 മാസത്തിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4056 രൂപയ്ക്കാണ്. ഓക്കെ. അതുപോലെ ഇപ്പോൾ 12 മാസത്തിന് എടുക്കുകയാണെങ്കിൽ 2388 രൂപയ്ക്കാണ്. ഒരു വർഷത്തേക്ക് 2388 രൂപയാണ്. നമ്മുടെ ഷോപ്പിഫൈയിലെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസത്തേക്കാണ് 2500 സംതിങ് റുപ്പീസ് ആവുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഹോസ്റ്റിംഗർ ഇതിനാണെങ്കിൽ നമുക്ക് 2388 രൂപ ഒരു വർഷത്തേക്ക് ആവുന്നുള്ളൂ. നമുക്ക് വേറെ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതായിട്ട് വരുന്നില്ല. നമുക്ക് ഡൊമൈന് ഫ്രീ ആണ്. അതുപോലെ എന്താണ്, നമുക്ക് വേറെ എക്സ്പെൻസ്, നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേറൊരു എക്സ്പെൻസ് വരുന്നില്ല. നമുക്ക് ഈ ഒരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ടെംപ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ എത്ര, ഒരു വർഷത്തേക്ക് 2388 രൂപ ആവുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിയാസ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഇനിയും ഡിസ്കൗണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 48 മന്ത്സിന് എത്ര രൂപയാണ്? 6192 രൂപ. ഷോപ്പിഫൈയുടെ 3 മാസത്തെ പ്ലാനാണ്. ഇതിൽ 4 വർഷത്തേക്ക് നിങ്ങൾക്ക് തരും. 4 വർഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം RIOAS എന്ന് അടിക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ റിയാസ് എന്ന് അടിക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് 5572 രൂപ ആയിട്ടുണ്ട്. 6192 കാണുന്ന സാധനം റിയാസ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5572 രൂപ അടുപ്പിച്ച് ഡിസ്കൗണ്ട് കിട്ടും. ഏകദേശം എത്ര, 500-ന് മുകളിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 10% ഡിസ്കൗണ്ട് ആണ്. ഓക്കെ. ഇതുപോലെ നിങ്ങളിപ്പം 12 മാസത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്കൗണ്ട് കിട്ടും. 2149 രൂപ ആയിട്ടുണ്ട്. അതുപോലെ 24 മാസത്തിന് ഉപയോഗിക്കുകയാണെങ്കിലും ആ ഒരു ഡിസ്കൗണ്ട് കിട്ടും. 4000 സംതിങ് ആയിരുന്നു, ഇപ്പോൾ 3650 രൂപയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, റിയാസ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് 18% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള. ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് UPI സെലക്ട് ചെയ്യാം, കാർഡ് സെലക്ട് ചെയ്യാം, Paytm ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, പേയ്പാൽ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ആൾറെഡി എടുത്തു വെച്ചൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ പ്ലാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ക്ലെയിം യുവർ ഫ്രീ ഡൊമൈൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എനിക്കൊരു ഫ്രീ ഡൊമൈന് കളക്ട് ചെയ്യാനായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ പ്രീമിയം പ്ലാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്ലാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെയിൽ IDയിലാണ് ഞാൻ എൻ്റെ ഇതും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രീമിയം പ്ലാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ ഓഫേഴ്സ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി എടുക്കണം, അല്ലെങ്കിൽ ന്യൂ മെയിലിലൊക്കെ എടുക്കണമെങ്കിലുള്ളതാണ്. അപ്പോൾ ഇത് ആൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഫസ്റ്റ് ഒരു ഡൊമൈൻ നമുക്ക് ക്ലെയിം ചെയ്യാം. ഡൊമൈൻ ക്ലെയിം ചെയ്യാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലെയിം ഡൊമൈൻ കൊടുക്കുക. ക്ലെയിം ഡൊമൈൻ കൊടുത്ത് നമുക്ക് ഏത് ഡൊമൈനാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നത്, നമ്മളല്ലെങ്കിൽ ഏത് നീഷാണ് ചൂസ് ചെയ്യുന്നത്, ആ ഒരു നീഷിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡൊമൈൻ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഞാനൊരു കിഡ്സിൻ്റെ കാറ്റഗറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വേണ്ട ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ കിഡ്സ് ആണ്. എനിക്ക് ഉണ്ടോ എന്ന് നോക്കാം. എനിക്കറിയത്തില്ല ആ ഡൊമൈൻ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ സ്റ്റാർ കിഡ്സ് സെർച്ച് ചെയ്യുവാണ്. സ്റ്റാർ കിഡ്സ്. ഓക്കെ. സ്റ്റാർ കിഡ്സ് ആൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കി നോക്കാം. സ്റ്റാർ കിഡ്സ്. ഞാൻ ഇപ്പോൾ സ്റ്റാർ കിഡ്സ് 2 നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ. സ്റ്റാർ കിഡ്സ് 2 അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. 749 രൂപയ്ക്കുള്ള സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 2025 27-ാം തീയതി നവംബർ വരെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ഡൊമൈനോ ഒന്നും പർച്ചേസ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ടും കാര്യങ്ങളൊന്നും പോകത്തില്ല. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഞാൻ ക്ലെയിം ഡൊമൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലെയിം ഡൊമൈന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൊമൈന് നമുക്ക് ക്ലെയിം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിക്ക് നോക്കി സെലക്ട് ചെയ്യുക. ഒരിക്കൽ സെലക്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഡൊമൈൻ എന്താണ് അത് വെച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞു പിന്നെ കൺട്രിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ പേഴ്സണൽ കൊടുക്കുന്നു. നിങ്ങൾക്ക് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നെയിം കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ പേഴ്സണലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അതിനെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് രജിസ്ട്രേഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ അഡ്രസ്സ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഐ അണ്ടർസ്റ്റാൻഡ് ദിസ്
ഇൻകറന്റ് ഡീറ്റെയിൽസ് മെയിൽ ലീഡ് ടു ഡൊമൈൻ സസ്പെൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, 100% ആവുന്നവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൊമൈൻ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അവർ സജഷൻ പോലെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റ് സെറ്റപ്പിലേക്കായിരിക്കും പോകുന്നത്. എനിക്കിപ്പോൾ സെറ്റപ്പിലേക്കല്ല പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്കിപ്പ് ഐ ഡോണ്ട് നീഡ് എ വെബ്സൈറ്റ് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ഹോസ്റ്റിംഗറിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്ത് ഞാൻ മെയിൻ പേജിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഡൊമൈൻ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വെബ്സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്താ ഇവിടെ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വെബ് ഹോസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡ് പ്രസ് ഉപയോഗിച്ചാണ് നമ്മളിതിൽ വെബ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം എന്താണ് വെബ് ഹോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് പ്രസ്സിൽ പ്ലാൻ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ എടുത്തതിലൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനും എമൗണ്ടും കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആവുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകം പ്ലാനോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ഇവിടെ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ഇവിടെ മൈ സെൽഫ് ഓർ മൈ ബിസിനസ് എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അതിന് എന്താണ്, ക്രിയേറ്റ് വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിന് ഇവിടെ വേർഡ് പ്രസ് വേണോ ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേർഡ് പ്രസ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്റ്റിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വേർഡ് പ്രസ് ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്താണ് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ഈ വേർഡ് പ്രസ്സിൽ വരുന്നത്. അതുപോലെ ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ ആണെങ്കിൽ എന്താണ്, നമ്മൾ ഏത് രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കെന്താണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ജസ്റ്റ് ഞാൻ വേർഡ് പ്രസ് എടുക്കുകയാണെങ്കിൽ വേർഡ് പ്രസ് എടുക്കാം, ഹോസ്റ്റിംഗർ എടുക്കുകയാണെങ്കിൽ ഹോസ്റ്റിംഗർ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം എന്താണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിൻ്റെ ബിൽഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഹാർഡായിട്ടുള്ളത് കാണിച്ചു തരാം. ഞാൻ വേർഡ് പ്രസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വേർഡ് പ്രസ് ലാംഗ്വേജ് കാര്യങ്ങൾ, ഇമെയിൽ, പിന്നെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്താ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഇമെയിൽ ID പാസ്വേഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബിസിനസ്സോ സർവീസും ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ സ്റ്റോർ ആണോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓൺലൈൻ സ്റ്റോർ കൊടുക്കുകയാണ്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് തീം പോലത്തെയാണ് തീം നമ്മൾ ഷോപ്പിൽ തീം സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിലിപ്പോൾ ഏത് തീമിലാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഈ ഒരു മോഡലിൽ നമുക്ക് വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ വഴി എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു വെബ്സൈറ്റ് തന്നെ ഈ ഒരു മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് ക്ലോത്തിങ് ബ്രാൻഡൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ബ്ലോഗിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതുപോലെ ഇത് ഫാഷൻ ആക്സസറീസ് ആണ്. അങ്ങനെ ഇഷ്ടംപോലെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് സെലക്ട് കൊടുത്തു. സെലക്ട് കൊടുത്തതിന് റെക്കമെൻഡഡ് പ്ലഗിൻസ് ചോദിക്കുന്നുണ്ട്. വൂക്കോമേഴ്സ്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ഫോർ വൂക്കോമേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ സെലക്ട് ചെയ്യാണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി ബൈ ചെയ്ത ഡൊമൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു ഡൊമൈൻ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാർഗറ്റ് ഏരിയ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഇന്ത്യ തന്നെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വേർഡ് പ്രസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 100% ആവുന്നവരെ ജസ്റ്റ് എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ വേർഡ് പ്രസ് ഓൺ ആയി വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുകയാണ്. അതിനെന്താണ് വാട്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് യു ആർ സെല്ലിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ കിഡ്സിൻ്റെ പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് കിഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മാച്ചിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് എന്ന് കൊടുക്കുകയാണ്. അതുപോലെ വേരി സ്റ്റോർ ലൊക്കേറ്റഡ് കേരള കൊടുക്കുകയാണ്. ഓക്കെ, കേരള കണ്ടിന്യൂ. ഓക്കെ,
അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇവിടെ WooCommerce ക്ലിക്ക് ചെയ്യുക. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് മൗസ് കൊണ്ട് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് എന്താ സെറ്റിംഗ്സിലേക്ക് പോകും. ഓക്കെ, സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിങ്ങൾ എന്താ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് ലൊക്കേഷൻ, ഷിപ്പിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് എന്താ ഇവിടെ സെറ്റ് ടു ആൾ കൺട്രീസ് എന്നുള്ളത് മാറ്റിയിട്ട് സ്പെസിഫിക് കൺട്രീസ് ആക്കി കൊടുക്കുക. സ്പെസിഫിക് കൺട്രീസ് ആക്കി കൊടുത്തിട്ട് ഏത് കൺട്രി ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷിപ്പിംഗ് ലൊക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഷിപ്പ് ടു ആൾ കൺട്രീസ് യു സെൽ ടു, ഓട്ടോമാറ്റിക്കലി നമ്മൾ സെല് ചെയ്യുന്ന സ്ഥലത്തേക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡിഫാൾട്ട് കസ്റ്റമർ ലോഗിൻ എന്നുള്ളതുണ്ട്. അതെന്ത് ചെയ്യുക, ഷോപ്പ് കൺട്രി ഓർ റീജിയൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനെന്താണ് എനേബിൾ ടാക്സ് ഉണ്ട്. നമുക്ക് ടാക്സും കാര്യങ്ങളും നമ്മുടെ GST കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്തിടാം. എന്താണ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്തിടാം. കസ്റ്റമറിന് സാധനം ബൈ ചെയ്യുന്ന സമയത്ത് അത്രയും പെർസെൻറ്റേജ് എക്സ്ട്രാ ആയിട്ടായിരിക്കും അവർക്ക് എമൗണ്ട് കാണിക്കുന്നത്. ഇത് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ എനേബിൾ കൂപ്പൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്താൽ നമുക്ക് കൂപ്പൺ കോഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് കറൻസി ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ടുണ്ട്, കറൻസി പൊസിഷൻ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ആൾറെഡി കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ആയിട്ടുണ്ടാകും. കാരണം നമ്മൾ തീം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പം ഇത് പ്രൊഡക്റ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. മീൻസ് ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതല്ല, ജസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ ഷിപ്പിംഗ് ആയാലും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കി നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഹോസ്റ്റിംഗറിൻ്റെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഹോസ്റ്റിംഗിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ സെറ്റപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാനായിട്ട് പറ്റും. ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ കിഡ്സ് സ്റ്റോറാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ആൾറെഡി കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത തീമിൽ തന്നെ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടൊരു കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും കിഡ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഡൊമൈൻ അറിയാതെ സ്റ്റാർ കിഡ്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളപ്പം എന്താ നിങ്ങളുടെ ആ ഒരു സ്റ്റോറിൻ്റെ നെയിമിനനുസരിച്ച് എടുക്കുക. അപ്പം ഇതിൽ തന്നെ എന്ത് ചെയ്യാം, വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ന്യൂ പ്രൊഡക്റ്റ് എടുക്കുക. ആഡ് ന്യൂ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നെയിമും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് എഡിറ്റ് ഇപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പ്രൊഡക്റ്റ് എടുത്ത് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ട്രാഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ട്രാഷിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പ്രൊഡക്റ്റ് റിമൂവ് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പോൾ കോപ്പി ടു എ ന്യൂ ഡ്രാഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ട് വരും. നമ്മുടെ ഷോപ്പിഫൈയിലുള്ള പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ കോപ്പി ടു എ ന്യൂ ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലാന്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ തുളസി പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. ജസ്റ്റ് തുളസി പ്ലാന്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ പ്രൊഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, തിരിഞ്ഞു പോയി. നമുക്ക് ഇത് മുകളിലും അത് താഴെയുമാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നോക്കി നോക്കാം, നമുക്ക് ഇതെങ്ങനെ വരുന്നു നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഇമേജസും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇമേജ് റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസിലായിരിക്കും വരുന്നത്. ഇതിലെന്ത് ചെയ്യുന്നു, സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഞാനാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു 3 ഇമേജിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഇമേജ് സെലക്ട് ചെയ്തു, സെലക്ട് പ്രൊഡക്റ്റ് ഇമേജ് കൊടുത്തു. പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ഗാലറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഇമേജസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. കണ്ടില്ലേ? ഓക്കെ, അപ്പം ഇനി എന്താണ് പ്രൈസ് ഉണ്ട്. പ്രൈസ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രൈസ് തന്നെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പം എന്താണ് ഡിസ്കൗണ്ട് പോലെ കൊടുക്കണമെങ്കിൽ 99 റുപ്പീസ്, അതുപോലെ ഞാൻ ഇവിടെ ഇപ്പോൾ 34 റുപ്പീസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുള്ളത്
ഓക്കെ, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഇപ്പം പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പെർമാ ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് ഇവിടെ താഴെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി ഇത് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ താഴോട്ട് കൊണ്ടുവരാം, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒറ്റ പേജിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാനായിട്ടുള്ളത് പേജസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ്. പേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പേജസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അബൌട്ട് അസ്, കാർട്ട് പേജ്, ചെക്കൗട്ട് പേജ്, കോൺടാക്റ്റ് പേജ്, ഹോം പേജ്, ഇങ്ങനത്തെ കുറേ പേജുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പുതിയൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ പേജ് കൊടുക്കുക, അതിന് ടൈറ്റിൽ കൊടുക്കുക, ആ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഇത് ടൈറ്റിലാണ്, ഇത് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ പുതിയ പേജൊന്നും ആഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം ആവശ്യത്തിലെങ്കിൽ പേജും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അബൌട്ട് അസ് പേജ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ്സിലേക്ക് പോകാം. പേയ്മെൻറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 പേയ്മെൻറ്റ് മെത്തേഡാണ് ഇതിൽ വരുന്നത്. 3 പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, ചെക്ക് പേയ്മെൻറ്റ്സ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി. ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ സാധാ ക്യാഷ് ഓൺ ഡെലിവറി ആണ്, എല്ലാവർക്കും അറിയാം. പേയ്മെൻറ്റ് നമ്മുടെ ഓർഡർ വന്നതിന് ശേഷം പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഒരു മോഡലിനാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ഓർഡർ ഡെലിവേർഡ് ആയതിനു ശേഷം. ഈ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് ബാങ്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു കസ്റ്റമർ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കാണിക്കും, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതിലേക്ക് എമൗണ്ട് ഇട്ടതിന് ശേഷം കമ്പനി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചു തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിലും അല്ലെങ്കിൽ ഈ ഒരു വേർഡ് പ്രസ്സിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേസും കാര്യങ്ങളൊക്കെ വേണം. പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങൾക്ക് പേ യൂസ് ചെയ്യാം, പേയ്പാൽ പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യാം, റൈസർ പേ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വഴി പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ഓണാക്കി ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ഉണ്ട്. ഷിപ്പിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ഷിപ്പിംഗ് സോൺ ഉണ്ട്, അതിലെന്താ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ത്യ വന്നിട്ടുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, സേവ് ചേഞ്ചസ് കൊടുക്കുക, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിൽ ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ടൊന്നുമില്ല. നമുക്കിനി വെബ്സൈറ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പോൾ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റാർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത വെബ്സൈറ്റ് ഡൊമൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് നമുക്കിതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ വേറെ പേജ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ എഡിറ്റ് ഹോം പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഹോം പേജ് എടുക്കുക. നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഗ്രീൻ സ്റ്റോർ വഴി ഗ്രീൻ സ്റ്റോർസ് എന്നാക്കണമെങ്കിൽ ഗ്രീൻ സ്റ്റോർസ് എന്ന്, ഇതിലിപ്പോൾ ആൾറെഡി ഡിഫോൾട്ടായിട്ട് വന്ന നെയിംസാണ്. അപ്പോൾ ഞാൻ വെൽക്കം ടു ഗ്രീൻ സ്റ്റോർസ് എന്നാക്കി കൊടുക്കാം. അല്ലെങ്കിൽ മേക്ക് യുവർ ഹോം റിലേറ്റഡ് ടു നേച്ചർ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഷോപ്പ് ന്യൂ ബട്ടൺ പോലും എന്താണ് ഇവിടെ വേണമെന്നുള്ളത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ന്യൂ പ്ലാൻസ് മാറ്റി എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ടെക്സ്റ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഇത് വേറെ ഏതോ ഭാഷയിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ ഇംഗ്ലീഷിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ചാറ്റ് ജിപിടിയിൽ പോയിട്ട് ജസ്റ്റ് ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചാറ്റ് ജിപിടിയിൽ പോയിട്ട് prepare small paragraph. ഒരു പാരാഗ്രാഫ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിനെ കോപ്പി ചെയ്യുന്നു, ഇതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്തു. അവർ സ്റ്റോറിയിൽ നിന്നാണ്, നിങ്ങൾ അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അവർ കസ്റ്റമർ സീസ് എന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതിവിടെ അടുത്ത ഇമേജ് വരുന്നുണ്ട്. ഇവിടെ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ
ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് മായ്ച്ച് കളയാനായിട്ട് പറ്റും. ഇപ്പോൾ അതാ 100% സെക്യൂർ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഡെലിവേർഡ് വിത്ത് കെയർ, ഹൈ ക്വാളിറ്റി അഷ്വേർഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സലൻറ്റ് സർവീസ് 24/7 സർവീസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു തീം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് എന്താണ് ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. മനസ്സിലാവും? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ഇടണമെങ്കിൽ ഇവിടെ ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ഇടാം. നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് വേണ്ടത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടിടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവും. നമ്മൾ മറ്റേ ഇങ്ങനെ ഇത് പോയിട്ട് ഡിലീറ്റ് ചെയ്യുക, സെക്ഷൻ പോയിട്ട് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബോഡിയാണ്. ഇനി നമുക്ക് വേറെ എന്താ എഡിറ്റ് ചെയ്യാനുള്ളത്? ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാന്റിൻ്റെ ഒരു സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് സേവ് ചെയ്യുവാണ് ഞാൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലോഗോ ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു തരാം. ലോഗോ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതാ ഗ്രീൻ സ്റ്റോർ എന്നുള്ളത് ഇവിടെ ഒരു എഡിറ്റിൻ്റെ സിമ്പിൾ വരുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോഗോ ആണ്. മനസ്സിലായോ? ഗ്രീൻ സ്റ്റോർ എന്നൊരു ലോഗോ ആണ്. ആ ഒരു ലോഗോ നമുക്ക് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ലോഗോ ചേഞ്ച് ഇമേജ് വെച്ചിട്ട് പുതിയ ഇമേജ് ആഡ് ചെയ്ത് നമുക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ലോഗോയും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ക്യാൻവയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ലോഗോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലോഗോ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതോ ലോഗോയുടെ വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസൈൻസിൽ പോയാൽ പല രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഇതാണ് ഇട്ടിരിക്കുന്നത്. ഡിഫറൻറ്റ് ട്രാൻസ്പാരൻറ്റ് ലോഗോ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളൊന്നും ഇതിൽ സെറ്റ് ചെയ്യേണ്ടി വരത്തില്ല, കാരണം ട്രാൻസ്പാരൻ്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ ഇപ്പം ഹോം, ഷോപ്പ്, എബൌട്ട്, കോൺടാക്റ്റേഴ്സ് ഇതിൻ്റെ കാര്യങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ കുറേ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആ പേജുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു എഡിറ്റ് ബട്ടൺ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺഫിഗർ മെനു ഫ്രം ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. എഡിറ്റ് മെനു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഏതെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ലിങ്കിലേക്ക് പോകണം, എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നേവിഗേഷൻ നമ്മൾ എന്ത് ചെയ്തു? കോൺടാക്റ്റ് പേജിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺടാക്റ്റ് പേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ എന്താണ് ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഷോപ്പിഫൈ പോലെയല്ല, നമുക്ക് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പേജ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ ഷോപ്പിനോ കൊടുക്കാം. ഷോപ്പിനോ അല്ല, ഒരു പ്രൊഡക്റ്റ് പേജ് എടുക്കുവാണ്. പ്രൊഡക്റ്റ് പേജ് എടുത്തു നിങ്ങൾക്ക് എന്താ ജസ്റ്റ് ഇവിടെ കസ്റ്റമൈസ് എന്നുള്ളൊരു ഓപ്ഷൻ, കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബോർഡർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ നമ്മൾ ആൾറെഡി മറ്റേ പ്രൊഡക്റ്റ് പേജിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് ഡിസ്ക്രിപ്ഷനും പ്രൊഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അപ്പം എന്താണ് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ സൈഡ് ഭാഗവും അതുപോലെ എന്താണ് ഇപ്പോൾ ഇതിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്ന പോലെ മീൻസ് ഒരു മാർജിൻ ഇവിടെ അവൈലബിൾ ആണ്. മാർജിൻ ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ടൈറ്റിൽ കാണിക്കണോ വേണ്ടേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ടൈറ്റിൽ മാറ്റി കഴിഞ്ഞാൽ ആ ടൈറ്റിൽ പോയി, ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ കാണാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ പേയ്മെൻറ്റ്സിന് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് നമുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ല, ജസ്റ്റ് ഞാൻ ഓഫ് ചെയ്തിടുവാണ്. അതിന് ഷിപ്പിംഗ് ടെക്സ്റ്റ് ഇവിടെ ഫ്രീ ഷിപ്പിംഗ് ആണോ, എത്ര രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് പേജിൽ വരുന്നത്. പ്രൊഡക്റ്റ് പേജിൽ പിന്നെ താഴോട്ട് ആൾറെഡി റിലേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ പേജിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർജിൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ ഇത് മൊബൈൽ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ
മൊബൈൽ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇതിപ്പം നിങ്ങളുടെ സ്റ്റോർ നെയിം ഇവിടെ ഉണ്ടാവും, കാർട്ട് ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ ബാനർ കാര്യങ്ങൾ, അതുപോലെ ന്യൂ പ്ലാൻസ്, ഷോപ്പ് നോ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടിരുന്നത്. ഇത് അത്യാവശ്യം നല്ല നോർമൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ്. അത്ര മോശമായിട്ടുള്ള വെബ്സൈറ്റ് ഒന്നുമല്ല, നോർമൽ വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ ആൾറെഡി നിങ്ങൾ ഷോപ്പിഫൈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഉപയോഗിച്ച തീംസ് ഉപയോഗിച്ചിട്ട് എന്താണ്, നമ്മളിപ്പോൾ ഇത് ഏത് ടെംപ്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം സെലക്ട് ചെയ്തില്ലേ, ഏത് തീമാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് വേണ്ട ഒരു തീം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ ആ ക്ലോത്ത്സിൻ്റെ കാണിച്ച ഒരു തീം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, നമുക്കിതിൽ മെയിനായിട്ട് വരുന്ന യൂസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആഡ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വെബ്സൈറ്റ് ഡിസൈൻ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് വെബ്സൈറ്റ് എങ്ങനെയാണ് ജസ്റ്റ് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യുന്ന എന്നൊരു രീതി മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഞാൻ ഫുള്ളി ഒരു വെബ്സൈറ്റ് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് എടുത്തിട്ടില്ല ഇതിൽ. അങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. കാരണം ഇത്രയും ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം മന്ത്ലി ഒരു 129 രൂപയോ 169 രൂപയോ ആ ഒരു എമൗണ്ടൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ എന്തായാലും എല്ലാവർക്കും യൂസ് ആവുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്ക്രാച്ചിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ ഇതിൽ ഫ്രീ ഡൊമൈനൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് 1000 റുപ്പീസ് അല്ലെങ്കിൽ 700 രൂപ സംതിങ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ആ ഒരു ഡൊമൈൻ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ഡൊമൈൻ നമ്മൾ പ്രത്യേകം മേടിക്കണമായിരുന്നു. നമ്മൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൊമൈന് വേറൊരു ഡൊമൈൻ മേടിക്കണമായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയാസ് എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% എക്സ്ട്രാ ഓഫ് കിട്ടും. അപ്പം അതെന്തായാലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും അതിലും കുറേ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ബെസ്റ്റായിട്ട് വരുന്നത്. നിങ്ങളുടെ കമൻറ്റ് കണ്ടാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് തോന്നുന്നത്. അതുപോലെ ഇനി വിന്നിങ് പ്രൊഡക്റ്റ് റിവീൽ ചെയ്യണം, ഞാൻ ഇതുവരെ സെല് ചെയ്തിട്ടുള്ള വിന്നിങ് പ്രൊഡക്റ്റ് റിവീൽ ചെയ്യണം, അങ്ങനത്തെ താല്പര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് ആ ഒരു വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. സോ ഗൈസ്, വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ്. ബൈ.